ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേൺ വിത്ത് മലയാളം. ഇന്ന് ക്ലാസ് 5 ചാപ്റ്റർ 15 സദാ ചാമ്പ്യൻ ആണ് എടുക്കുന്നത്. മലയാളം എക്സ്പ്ലനേഷൻ. ബിഫോർ സ്റ്റാർട്ടിംഗ് ദ വീഡിയോ, ഇഫ് യു വാണ്ട് മോർ വീഡിയോസ് പ്ലീസ് റൈറ്റ് വിച്ച് ക്ലാസ്, ചാപ്റ്റർ നമ്പർ ആൻഡ് ചാപ്റ്റർ നെയിം ഇൻ ദ കമൻറ്റ് ബോക്സ്. അപ്പോൾ ക്ലാസ് തുടങ്ങാം. സദാ ചാമ്പ്യൻ, അതായത് എപ്പോഴും ചാമ്പ്യൻ തന്നെ കേട്ടോ. എങ്ങനെയാണ്? कर्ण को 15 वर्ष के कम उम्र वाली अपने विद्यालय की फुटबॉल टीम में खेलने के लिए चुना था. तभी अचानक पिताजी ने घर बदल लिया और घर के पास एक विद्यालय में उसका दाखिला करवा दिया. ഇതിൽ ദാഖില പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിഷൻ. അപ്പോൾ കർൺ എന്ന കുട്ടിക്ക് 15 ഇയേഴ്സിൻ്റെ താഴെ ഉണ്ടാവല്ലോ, അതായത് അണ്ടർ 15 ആ ഒരു അതിൽ വിദ്യാലയയുടെ, അതായത് സ്കൂളിലെ ഫുട്ബോൾ ടീമിൽ അവനെ സെലക്ട് ചെയ്തു. പക്ഷേ അപ്പോഴാണ് പെട്ടെന്ന് അച്ഛൻ വേറെ വീട് മാറിയതും അവർക്ക് വീട് മാറേണ്ടി വന്നതും പിന്നെ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്കൂളിലാണ് അവൻ്റെ അഡ്മിഷൻ എടുത്തത്. പുരാന വിദ്യാലയ ചോടനെ പർ കർൺ കാ ദിൽ ടൂട്ട് ഗയാ, വേ ബഹുത് ഉദാസ് താ. അപ്പോൾ പഴയ സ്കൂൾ വിടുമ്പോൾ എല്ലാവർക്കും ഒരു സങ്കടം ഉണ്ടാവില്ല. അപ്പോൾ ഇവനും ഒരു സങ്കടമായത്, സ്പെഷ്യലി ഇവൻ ഫുട്ബോൾ ടീമിൽ സെലക്റ്റും കൂടി ആയപ്പോൾ അവൻ ഭയങ്കര സങ്കടത്തിലായിരുന്നു. तभी पीछे से आवाज़ आई. आवाज़ पास में खड़े पिताजी की थी. तुम्हारे पास बैठ जाऊँ कर्ण. അപ്പോഴാണ് അവൻ മിണ്ടാണ്ട് അല്ലെങ്കിൽ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് അടുത്തുനിന്ന് അച്ഛൻ്റെ ശബ്ദം വന്നത്, ഞാൻ നിൻ്റെ കൂടെ ഇരുന്നോട്ടെ. बैठिए कर्ण ने दुखी मन से कहा. ഇരുന്നോളൂ അച്ഛ. ഓക്കെ, സങ്കടത്തിൽ പറഞ്ഞു. കർൺ, मैं जानता हूँ तुम्हें कैसा लग रहा है, वे प्यार से बोले. കർൺ, എനിക്കറിയാം നിനക്ക് എങ്ങനെയാണ് തോന്നണത്. കർൺ ഗുസ്സെ മേ ഉൻകി ഓർ മുടാ. ജി നഹി ആപ് നഹി ജാനത്തെ. അപ്പോൾ കർൺ ദേഷ്യത്തിൽ പറഞ്ഞു, ഇല്ല അച്ഛന് ഒന്നും അറിയില്ല. आपको कभी टीम में चुने जाने के बाद विद्यालय नहीं छोड़ना पड़ा. നിങ്ങൾക്ക് ടീമിൽ സെലക്റ്റായ ശേഷം ഒരിക്കലും സ്കൂൾ വിടേണ്ട ആവശ്യം വന്നിട്ടില്ല. आपको सर्वश्रेष्ठ सेंटर फॉरवर्ड घोषित किए जाने के बाद अपना किट, खेल का सामान और बिल्ला लौटाना नहीं पड़ा. അപ്പോൾ നിങ്ങളെ സർവശ്രേഷ്ഠ, അതായത് ബെസ്റ്റ് സെൻറ്റർ ഫോർവേഡ് എന്ന് നിങ്ങൾക്കൊരു എന്താ പറയുക പൊസിഷൻ കിട്ടിക്കഴിഞ്ഞിട്ട്, അത് കഴിഞ്ഞിട്ട് സെലക്ഷനൊക്കെ കഴിഞ്ഞ് നിങ്ങളുടെ കിറ്റും കളിസാമാനം ഒന്നും തിരിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. उसका ऊंचा स्वर सिस्कियों में बदल गया. അതായത് ഊഞ്ചാ സ്വർ പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യപ്പെട്ടിട്ട് സംസാരിക്കാൻ തുടങ്ങി. പക്ഷേ അതൊരു കിതയ്ക്കണേന് അതായത് ദേഷ്യപ്പെട്ട് നമ്മൾ കിതച്ചു പോലും അങ്ങനെ. പിതാജീനെ ധീരെ ധീരെ ഉസെ അപ്നി ഓർ ഖിഞ്ച ഓർ ബോലെ. അപ്പോൾ അച്ഛൻ അവനെ മെല്ലെ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു, എന്നിട്ട് പറഞ്ഞു, तुम ठीक कह रहे हो कर्ण, मैं कभी चैम्पियन खिलाड़ी नहीं था और मुझे तुम पर गर्व है. गर्व പറഞ്ഞാൽ പ്രൗഡ്. ഞാൻ ഒരിക്കലും ചാമ്പ്യൻ ആയിരുന്നില്ല, പക്ഷേ നീ ചാമ്പ്യൻ ആയത് എനിക്ക് ഭയങ്കര, आई एम वेरी प्राउड ऑफ यू. इसलिए मुझे विश्वास है कि तुम जो भी खेल चुनोगे उसमें अच्छा खेलोगे. അപ്പോൾ എനിക്ക് വിശ്വാസമുണ്ട്, നീ ഏത് കളി തിരഞ്ഞാലും അതിൽ നന്നായി തന്നെ കളിക്കും. नहीं, मुझे नई खेल में फिर से शुरू करना पड़ेगा. मैं फिर ചാമ്പ്യൻ കഭി नहीं बन सकूँगा. ഇല്ല, എനിക്ക് പുതിയ കളിയിൽ പിന്നെയും തുടങ്ങേണ്ടി വരും, ഞാൻ ഒരിക്കലും ചാമ്പ്യൻ ആവില്ല. तुम ചാമ്പ്യൻ हो और सदा रहोगे. एक बार कोशिश करने का वचन दोगे. നീ ചാമ്പ്യൻ ആണ്, എപ്പോഴും ആയിരിക്കും. ഒരു പ്രാവശ്യം ട്രൈ ചെയ്യാനുള്ള വചൻ തരുമോ പറഞ്ഞാൽ ഒന്ന് പ്രോമിസ് ചെയ്യുമോ? पिताजी ने यह बात इतने सच्चे मन से कही कि कर्ण ने प्रथम बार उनकी ओर देखा. അപ്പോൾ ഭയങ്കര സാധാരണ പോലെ അല്ലെങ്കിൽ അതായത് സ്നേഹത്തോടെ സംസാരിച്ചപ്പോൾ അച്ഛൻ്റെ മുഖത്ത് നോക്കി. ഉൻകി ആംഖോ മേ പ്യാർ ഥാ, വേ കർණ കി വ്യഥ സമജ്തേ ഥേ. അപ്പോൾ അച്ഛൻ്റെ കണ്ണിൽ ഫുൾ സ്നേഹമായിരുന്നു. അദ്ദേഹത്തിന് കർണൻ്റെ വ്യഥ പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടം മനസ്സിലാവുമായിരുന്നു. विद्यालय में अगले दिन खेल के घंटे में सुभाष ने बैडमिंटन का रॉकेट नचाते हुए पूछा, कर्ण क्या तुम डबल्स में मेरे सहयोगी बनोगे? അടുത്ത ദിവസം ഈ സ്കൂളിൽ പോയപ്പോൾ സുഭാഷ് എന്ന് പറഞ്ഞ കുട്ടി ബാഡ്മിൻ്റൻ്റെ റോക്കറ്റ് എടുത്തിട്ട് ചോദിച്ചു കർണിൻ്റെ അടുത്ത്, ക്യാ തും ഡബിൾസ് മേ മേരാ സഹയോഗി ബനോഗെ. സഹയോഗി പറഞ്ഞു കഴിഞ്ഞാൽ കൊലീഗ് അല്ലെങ്കിൽ കമ്പാനിയൻ, അതായത് ഒപ്പം, ഡബിൾസ് അല്ല. അപ്പോൾ എൻ്റെ കൂടെ പാർട്ട്ണറായിട്ട് കളിക്കുമോ എന്ന്. അപ്പോൾ पर मैं
ഞാനോ എന്ന് ചോദിച്ചു. അപ്പോൾ സുഭാഷ് എന്താ പറഞ്ഞത്? अरे मैं जानता हूँ तुम श्रेष्ठ सेंटर फॉरवर्ड हो पर दुख की बात है कि हमारे यहाँ ഫുട്ബോൾ की मैदान नहीं है. എനിക്കറിയാം നീ ബെസ്റ്റ് സെൻറ്റർ ഫോർവേഡാണ്, പക്ഷേ ഈ സ്കൂളിൽ ഫുട്ബോൾ ഇല്ലല്ലോ. तुम जैसा खिलाड़ी तो किसी भी खेल में अच्छा साबित हो सकता है जानते हो. എന്നെ പോലത്തെ കളിക്കാരൻ അല്ലെങ്കിൽ പ്ലെയർ ഏത് കളിയാണെങ്കിലും അത് നന്നായിട്ട് കളിക്കുമെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. സാബിത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൂവ് ചെയ്യാൻ പറ്റും. സുഭാഷ് കെ മുഹ് സെ നിക്ലെ ശബ്ദ് കർൺ കെ മൻ കോ ഛൂ ഗയെ. സുഭാഷ് ഇങ്ങനെ പറഞ്ഞപ്പോൾ കർണൻ അത് ഭയങ്കരമായിട്ട് പ്രോത്സാഹനം അല്ലെങ്കിൽ നല്ലത് തോന്നി. ഹാ മേ ജैसे തैसे खेल ही लूँगा. അപ്പോൾ കർണൻ പറഞ്ഞു, ആ ശരി, ഞാൻ എങ്ങനെയെങ്കിലും കളിക്കാം. अच्छा है अगर हमारी जोड़ी जम जाए तो हम डबल्स के टीम में जा सकते हैं. സുഭാഷ് ने कहा. നല്ല കാര്യം, നമ്മളുടെ ജോഡി ശരിയായി കഴിഞ്ഞാൽ നമുക്ക് ഡബിൾസിൻ്റെ ടീമിൽ ഡബിൾസ് ആയിട്ട് ടീമിൽ കളിക്കാൻ പറ്റും. उन्होंने एक बार आरंभ किया तो कर्ण को बहुत आनंद आने लगा. അപ്പോൾ അവർ ട്രൈ ചെയ്തപ്പോൾ, അതായത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കർണന് ഭയങ്കര ഇഷ്ടമായി. महीने के अंत तक प्रशिक्षक मिस्टर डिसूसा पर उसका अच्छा പ്രഭാവ് പട് ഗയാ था. അപ്പോൾ മന്ത് എൻഡ്, അതായത് കളി തുടങ്ങി എന്നിട്ട് മന്ത് എൻഡ് ആയപ്പോഴേക്കും പ്രശിക്ഷക് പറഞ്ഞു കഴിഞ്ഞാൽ കോച്ച് മിസ്റ്റർ ഡിസൂസയ്ക്ക് അവരുടെ ഇൻഫ്ലുവൻസ്, അതായത് അവർ നല്ല കളിക്കാരാണ് എന്താ പറയുക, പ്രൂവ് ചെയ്തു അവർ. यहाँ तक कि उन्होंने डबल्स के लिए इस जोड़ी के चयन पर विचार करने स्वीकार कर लिया. അപ്പോൾ എന്താണ് കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഡബിൾസിൻ്റെ ആ ഒരു ടീം ഉണ്ടല്ലോ, അതിന് സെലക്ഷൻ ചയൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സെലക്ഷൻ, അതായത് ഇവരെ സെലക്ട് ചെയ്യാൻ വേണ്ടി കൂടി ആലോചിക്കാൻ തുടങ്ങി. निश्चय ही उनकी जोड़ी विद्यालय को प्रतिनिधित्व करने के लिए चुनी गई थी पर आगे कर्ण को एक आघात लगने लगा. പ്രതിനിധിത്വം പറഞ്ഞു കഴിഞ്ഞാൽ റെപ്രസെൻറ്റ്, അതായത് ഇവരുടെ വിദ്യാലയനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ജോഡി അല്ലെങ്കിൽ ഈ ഒരു പാർട്ട്നേഴ്സിനെയാണ് അവർ സെലക്ട് ചെയ്തത്. പക്ഷേ മുമ്പിൽ പോകുമ്പോഴേക്കും കർണക്കോ ആഘാത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോക്ക് അല്ലെങ്കിൽ ഒരു ട്രോമ പോലെ, ഇനി കളിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. जानते हो हम पहले दौर में किससे खेलेंगे? സുഭാഷ് ने पूछा. ഫസ്റ്റ് ടൈം സുഭാഷ് പറഞ്ഞു, ഫസ്റ്റ് കളി ആരുടെ അടുത്താണ് നമ്മൾ റൈവലായിട്ട് കളിക്കണമെന്നറിയോ? ഫ്രാങ്ക്ലിൻ സേ ഉൻകെ വിദ്യാലയമേ. അപ്പോൾ ഫ്രാങ്ക്ലിൻ പറഞ്ഞ സ്കൂളിൽ ആണ് നമ്മൾ അവരുടെ അഗെയിൻസ്റ്റ് കളിക്കാൻ പോണത്. रात को कर्ण पिताजी से बोला, पापा पहले दौर में हमारा प्रतिद्वंदी मेरा पुराना विद्यालय फ्रैंकलिन है. പ്രതിദ്വന്ദി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ റൈവൽ ടീം. അച്ഛാ, ഞങ്ങളുടെ റൈവൽ ടീം ഫസ്റ്റ് തന്നെ ഞങ്ങളുടെ റൈവൽ ടീം ഫ്രാങ്ക്ലിൻ എൻ്റെ പഴയ സ്കൂളാണ്. ക്യാ ഫർക്ക് പടുത്താ ഹേ കർണ, അതിലെന്താ കർണ? അപ്പോൾ അത് കഴിഞ്ഞ് മേ ബഹോത് ഭയഭീത് ഹൂँ പാപ്പ, എനിക്ക് ഭയങ്കരമായിട്ട് പേടിയാവണു. ഫ്രാങ്ക്ലിൻ ഫുട്ബോൾ പ്രതിയോഗിത के दूसरे दौर में हार गया था, क्या वे इसके लिए मुझे दोष देंगे? ഫ്രാങ്ക്ലിൻ രണ്ടാമത്തെ കോമ്പറ്റീഷനിൽ രണ്ടാമത്തെ ടൈം തോറ്റുപോയി, അതിന് എന്നെയാണ് കുറ്റം പറയുക. കഭി നഹി, ടീം മേ ഹാർ എക് ഖിലാഡി കാ മഹത്വ ഹോത്താ ഹേ. ഒരിക്കലുമില്ല, ടീമിൽ തോറ്റത് ഒരു കളിക്കാരന് എന്ന നിലയിൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. पर केवल एक व्यक्ति को उसकी जीत या हार का जिम्मेदार नहीं ठहराया जा सकता. പക്ഷെ ഒരാളെ ആ കളിയുടെ ജയവും തോൽവിയും നമ്മൾ റെസ്പോൺസിബിൾ പറയാൻ പറ്റില്ല. पिताजी ने उसे समझाया. और यदि मैं हार गया तो वे सब मुझ पर हंसेंगे. ഞാൻ തോറ്റു കഴിഞ്ഞാൽ അവരൊക്കെ എന്നെ കളിയാക്കും, അല്ലെങ്കിൽ അവരെൻ്റെ മേലെ ചിരിക്കും. विशेष बात तो यह है कि तुम एक बिल्कुल भिन्न खेल खेल रहे हो और इतना अच्छा खेल खेल रहे हो कि अपने विद्यालय का प्रतिनिधित्व कर रहे हो. എന്താ സ്പെഷ്യൽ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളി, അതായത് ആ സമയത്ത് ഫുട്ബോൾ ആയിരുന്നല്ലോ, ഇപ്പോൾ ബാഡ്മിൻ്റൺ അല്ലേ, അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളിയാണ് ചെയ്യണത്. ഇത്രയും നല്ലതായി കളിക്കണ കാരണം നിങ്ങളുടെ സ്കൂളിനെ റെപ്രസെൻറ്റ് ചെയ്യണത് തന്നെ നീയാണ്. और पापा क्या आप मेरा खेल देखने आएंगे? अच्छा, എൻ്റെ കളി കാണാൻ വരുമോ? मैं ये मौका नहीं गवाऊँगा. कर्ण को गले लगाकर वह बोला. ഞാൻ ഈ ചാൻസ് ഒന്നും ഞാൻ മിസ് ചെയ്യില്ല. प्रतियोगिता के दिन कर्ण बहुत घबराया हुआ था. അപ്പോൾ കോമ്പറ്റീഷൻ ദിവസം ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു. जल्द ही मैच शुरू हो गए. പെട്ടെന്ന് തന്നെ കളി തുടങ്ങി. फ्रैंकलिन ने लड़कों का सिंगल्स मैच जीता और गवर्नमेंट मॉडल ने लड़कियों के सिंगल्स और डबल्स दोनों मैच जीते. അപ്പോൾ ഇവരുടെ സ്കൂളിൻ്റെ പേര് ഗവൺമെൻറ് മോഡലാണ്. ഓക്കെ, അപ്പോൾ ഫ്രാങ്ക്ലിൻ്റെ ബോയ്സ് ടീം സിംഗിൾസിൽ അവർ ജയിച്ചു, ഗവൺമെൻറ് മോഡൽസിലെ ഗേൾസ് സിംഗിളും ഡബിൾസും രണ്ടും ജയിച്ചു.
गवर्नमेंट मॉडल के पक्ष में 2-1 के സ്കോർ पर लड़कों का डबल्स मैच शुरू हुआ. അപ്പോൾ ഗവൺമെൻറ് മോഡലിന് 2ഉം ഫ്രാങ്ക്ലിന് 1ആണ് സ്കോർ. അപ്പോൾ നെക്സ്റ്റ് ഈസ് ബോയ്സിൻ്റെ ഡബിൾസ് മാച്ചാണ് തുടങ്ങിയത്. कर्ण दर्शकों के में अपने पिता को ढूंढ रहा था. उन्हें हाथ हिलाते देख वह खुशी से झूम उठा. അപ്പോൾ കർണ കാണികളുടെ ഇടയിൽ അച്ഛനെ തരുന്നു. അപ്പോൾ അച്ഛൻ കൈ വീശിയപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി. श्री गणेश अच्छा हुआ गवर्नमेंट मॉडल पहला दौर 15-10 में जीत गया. അപ്പോൾ ഗവൺമെൻറ് മോഡൽ ആദ്യത്തെ കളിയിൽ 15-10 സ്കോറിൽ ജയിച്ചു. पर कर्ण अभी भी घबराया हुआ था. उससे कई गलतियां हुई. वे 15-8 से हार गए. പക്ഷേ കർണ ഇപ്പോഴും ടെൻസ്ഡ് ആയ കാരണം അവർ നെക്സ്റ്റ് ടൈമിൽ 15-8 അവർ തോറ്റു. ആ സ്കോറിൽ അവർ തോറ്റുപോയി. നെക്സ്റ്റ് അപ്പോൾ उठो कर्ण बकअप कर्ण പിതാജി കാ സ്പഷ്ട ഓർ ഊഞ്ച സ്വർ സുനായി ദിയ. കാണികളുടെ ഇടയിൽ അച്ഛൻ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി. ഉഠോ കർൺ ബക്കപ്പ്, എനിക്ക് ഇനിയും അഗെയിൻ ഡു ഇറ്റ് എന്നൊക്കെ പറയണ പോലെ. അച്ചാനക് കർൺ കോ ലഗാ കി സാരി ഘബറാഹട്ട് മിറ്റ് ഗയി. പെട്ടെന്ന് കർണിന് എന്താ തോന്നിയത്, ആ ടെൻഷനൊക്കെ പോയി. उसके शॉट्स में नई शक्ति आ गई और शीघ्र ही गवर्नमेंट मॉडल की टीम फ्रैंकलिन के बराबर पहुंच गई और कुछ ही देर में വിജയ हुई. അപ്പോൾ ഷോർട്സ് പറഞ്ഞാൽ ആ കളിയുടെ ആ സ്പിരിറ്റ് ഉണ്ടല്ലോ, അതിൽ നല്ല ശക്തി വന്നു. എന്നിട്ട് ഗവൺമെൻറ് മോഡൽ ഫ്രാങ്ക്ലിൻ മോഡലിൻ്റെ ആദ്യം സെയിം ആയി. എന്നിട്ട് അവരെക്കാളും സ്കോർ മുകളിലാക്കിയിട്ട് അവർ ജയിച്ചു. അതായത് ഗവൺമെൻറ് മോഡൽ ജയിച്ചു. सारा कमाल कर्ण का था. वह बहुत प्रसन्न था. उसने देखा कि पापा खड़े होकर तालियां बजा रहे हैं. എല്ലാം കർണൻ്റെ ഒരു ഇതിലായിരുന്നു. അവൻ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അവൻ എന്താ കണ്ടത്, അച്ഛൻ എണീച്ച് നിന്നിട്ടാണ് ക്ലാപ്പ് ചെയ്യണ്ടായിരുന്നത്. വേ ദौड़कर उनके पास पहुंचा. ഓടിയിട്ട് അച്ഛൻ്റെ അടുത്തെത്തി. मैंने कहा था ना, एक बार चैम्पियन സദാ കാ ചാമ്പ്യൻ. ഗലെ ലഗാത്തെ ഹുവെ ഉन्होंने കർണ സെ കഹാ. കെട്ടിപ്പിടിച്ചിട്ട് അച്ഛൻ എന്താ പറഞ്ഞത് കർണൻ്റെ അടുത്ത്, ഒരു പ്രാവശ്യം ചാമ്പ്യൻ അയാൾ ഇപ്പോഴും ചാമ്പ്യൻ ആയിരിക്കും. ഈ ലെസണിന് നമുക്ക് കിട്ടണ മോറൽ എന്ന് പറയണത്, കടി മെഹനത്ത് ഓർ പക്കാ ഇരാദ ഹി ഹമേ ചാമ്പ്യൻ ബനാത്താ ഹെ. വെറുതെ ജയിക്കണം എന്ന് മാത്രമല്ല, അതിനു വേണ്ടിയിട്ട് പ്രാക്ടീസും ജയിക്കണം എന്ന് മനസ്സിൽ നല്ല പോലെ വിചാരിച്ചാൽ മാത്രമേ നമുക്ക് ചാമ്പ്യൻ ആവാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ ലെസൺ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇനിയും വേണമെങ്കിൽ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ദിസ് വീഡിയോ ടു യുവർ ഡിയേഴ്സ്. താങ്ക് യു.